നമസ്തേ. ഇന്ന് റെസിപ്പി കുറച്ച് ദിവസമായിട്ട് ഞാൻ വെജിറ്റേറിയനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ പരിഭവങ്ങളും പരാതികളും നമ്മൾ കുറേ ആയി കഴിയുമ്പോഴത്തേക്ക് നിൽക്കുമല്ലോ. പക്ഷെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞ പരിഭവങ്ങൾ ഒരു പരാതിയായിട്ടും പറഞ്ഞതല്ല, പക്ഷെ സ്നേഹക്കൂടുതലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ കിടന്ന് പരീക്ഷണമായിപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബ്രെഡ് വെച്ചിട്ടൊരു ഉപ്പുമാവ് പോലെ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് 4 മണി പലഹാരമാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ആക്കാം. ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുക, ഞാൻ ഈ പറഞ്ഞ പോലെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ പറയാം, 4 മണി പലഹാരമാണ് ഇപ്പം നമ്മൾ ഈ ബ്രെഡ് വെച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയ കാര്യം, ബ്രെഡ് എപ്പോഴും ഏതൊരു വീട്ടിലും നിത്യമായി കാണുന്ന ഒരേ ഒരു സാധനം. കാര്യം എന്നാണെന്നറിയാമോ, സ്കൂൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്കെല്ലാം നമ്മൾ ഏറ്റവും അഥവാ രാവിലെ എണീക്കാൻ ഇച്ചിരി താമസിച്ച നെക്സ്റ്റ് ചോയ്സ് ബ്രെഡാണ്, അല്ലെങ്കിൽ നൂഡിൽസ്, ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ബ്രെഡ് കാണും. അത് ഉണ്ടെങ്കിൽ ഈ പരീക്ഷണം ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ലത്. ഇതിനൊന്നുമില്ല, വീട്ടിലെ സാധനങ്ങൾ മാത്രം മതിയേ. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണയിൽ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, ഏതാ നമ്മുടെ വീട്ടിലുള്ള വെച്ചാൽ അത് മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കടുക്, പിന്നെ ഇച്ചിരി കായം, കറിവേപ്പിലയുടെ കാര്യം ഞാൻ ഒരിക്കലും പറയുകയില്ല, അതിനൊരു എണ്ണമില്ല, കണക്കില്ല, ഒന്നുമില്ല. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇടും. പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ്, ഇത് കുറച്ച് കപ്പലണ്ടിയ, കുറച്ച് പച്ചമുളക്, മല്ലിയില, ഇച്ചിരി ബ്രെഡ്, ഇത് മുറിച്ച് വെച്ചേക്കുക, ഇതല്ല ഇച്ചിരി പൊടിച്ചെടുക്കുവാന്നേൽ അങ്ങനെ. പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി നാരങ്ങാ നീര്, ഇത് ഇച്ചിരി തേങ്ങ തിരുമ്മിയേച്ച് ഇച്ചിരി കൂടി ഇതായിട്ട് പൊടിച്ചേക്കുവാണ് മിക്സിയിലിട്ടിട്ട്. അന്നേരം ഉണ്ടല്ലോ ചില പിള്ളേർക്കൊക്കെ ആന്നേലും തേങ്ങ പിടിക്കുകയില്ല, ചിലർക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞ ഞാൻ പറയുവാന്നേൽ നമ്മളിപ്പോൾ വലിയവർക്കാന്നേൽ തേങ്ങ ഒക്കെ കപ്പയിലൊക്കെ പുഴുങ്ങിയിച്ചിടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. അത് ഈ മിക്ക പിള്ളേർക്കും പറഞ്ഞാലൊന്നും മനസ്സിലാവുകയില്ല. ആ രുചി ഒന്ന് നോക്കുമോനെ എന്ന് പറഞ്ഞാൽ പോലും നോക്കുകയല്ലെന്ന് എൻ്റെ വീട്ടിലെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ല, ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ നല്ലോണം ഭക്ഷണം കഴിക്കുന്നതാണ് ഭയങ്കര സന്തോഷം, അവർക്ക് നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ തോന്നുവേ. ഇന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ. ഏറ്റവും എളുപ്പമാണ്. ഇത്രയും ജോലി ചെയ്തേച്ച് 4 മണിയാകുമ്പോൾ ചായയുടെ കൂടെ എന്നതേലും വേണമെന്ന് നമ്മുടെ ഈ പിള്ളേർ മാത്രമല്ല വീട്ടുകാർക്കും ആഗ്രഹം കാണും. ഈ പറഞ്ഞ നമ്മളായാലും ജോലിയെല്ലാം ചെയ്തേച്ച് ഇച്ചിരി തളർന്നിരിക്കുമ്പോൾ എന്നേലും ഒന്ന് കഴിക്കാൻ കിട്ടിയാലോ നമ്മൾ ആലോചിക്കുവേ. പറയുമ്പോൾ ചായയും നമ്മൾ തന്നെ ഇടണ്ടേ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റെസിപ്പിയാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച്, ഇതിനകത്തോട്ട് ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കേട്ടോ. കാര്യം ബ്രെഡൊക്കെ ആകുമ്പോഴത്തേന് ഒത്തിരി എന്നാ പറയുക, നമ്മൾ ഈ ഉള്ളി വഴറ്റുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഈ ചേർക്കുന്ന സാധനങ്ങളൊന്ന് മൂത്ത് കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു ഇച്ചിരി കടുക് ഇടുക. ഈ കടുകിന് ഒന്നും അളവൊന്നുമില്ല. കപ്പയ്ക്കൊക്കെ കടുക് വറുക്കുന്ന കൂട്ട് ഒരു ഇച്ചിരി അങ്ങ് ഇട്ടേച്ചാൽ മതി. പൊടിക്കായമാകുന്നുവെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പൊടികളെല്ലാം ചേർക്കുമ്പോൾ ചേർത്താൽ മതി. അതല്ല ഈ കട്ടിക്കായമാകുന്നുവെങ്കിൽ ഒരു ശക്കല കായത്തിൻ്റെ ഫ്ലേവർ നമുക്കിഷ്ടമാകുന്നേ മാത്രം ചേർത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ചേർക്കുക വേണ്ട. പിന്നെ ഈ 4 മണിയല്ലേ, അന്നേരം ഇച്ചിരി വട, ഉഴുന്നുവട, പരിപ്പ് വട, എന്നാ പറയുക ഉള്ളിവട എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കായമൊക്കെ നമ്മൾ ചേർക്കാറുണ്ട് എന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു 4 മണി പലഹാരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ കായം മണക്കുമ്പോൾ തന്നെ നമുക്കത് തോന്നും. ഇത് ശരിക്കും കായം എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി. കടുകിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ജീരകം ഇടാൻ ഇഷ്ടമാകുന്നേല അങ്ങനെ ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കപ്പലണ്ടി മാത്രമല്ല, നമ്മുടെ എന്നാ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇടാം. ഇതിൻ്റെ കൂടെ പൊരിക്കടല ഉണ്ടെങ്കിൽ അത് ഇട്ടാലും നല്ലതാണ്. ബദാം, പിസ്ത, ഇന്ന ഇടാൻ പാടുള്ളൂ അങ്ങനെ ഒന്നുമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം, മുന്തിരിങ്ങ ഇടാം. ഇതൊരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എരിവ് അനുസരിച്ച് പച്ചമുളക്, നമ്മൾ ചേർക്കുന്നത് ബ്രെഡാണ്.
പിള്ളേർക്ക് ഒത്തിരി എരിവ് അടിക്കാൻ ഇഷ്ടമാകത്തില്ല. അപ്പം അതനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. അല്ലെ പിന്നെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി ഇരിക്കുമ്പോഴത്തേനും അങ്ങ് നമുക്ക് അരിശം വരുവേ. എന്നുവെച്ച് തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് നമ്മുടെ ബ്രെഡ് ഇതിനകത്തോട്ടിടുക. അതൊന്ന് മുറിച്ചാൽ ഞാനിപ്പോൾ സ്ക്വയർ പീസസിലായിട്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ അതിനെ ഒന്ന് പൊടിച്ചിട്ടാൽ നല്ലതാണ്. ഇതൊരു ഇച്ചിരി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയില ഇടുക. കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി. ഇതിനകത്തോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മൾ പച്ചമുളക് ഇടുന്നോണ്ട് ഒരു ശകലം നാരങ്ങാനീര്. പുളിയൊക്കെ ഇഷ്ടമാകുന്ന പോലെയാണ്, ഒത്തിരി ഒന്നും ഇടണ്ട. ഇത് നല്ലതായിട്ട് ഇത്രയും സാധനം ആ ബ്രെഡിലൊന്ന് നല്ലതായിട്ടൊന്ന് പിടിച്ചോട്ടെ. ഇത് കുറച്ച് ഒന്ന് ബ്രെഡിലെല്ലാം ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ. ഇതിപ്പോൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരിയും കൂടി മിക്സിയിൽ അടിച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല, തിരുമ്മിയ തേങ്ങ ഇച്ചിരി പൊടിയായിട്ട് നമ്മൾ തിരുമുകയല്ലേ, അങ്ങനെ തിരുമ്മി എടുക്കുന്നത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. കുറച്ച് വലിയവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടുവേ. പക്ഷേ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി ഇരിക്കും, അത് കാണുമ്പോൾ അരിശം വരും. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി ഒന്ന് മിക്സിയിൽ അടിക്കും. ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞു. ബ്രെഡിന് ബേസിക്കലി ഇച്ചിരി ഉപ്പുണ്ട്. സ്വീറ്റ് ബ്രെഡ് ആവാം, അല്ലാത്തതാവാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഇതുവരെ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോണം. കാര്യം ഇതിനകത്ത് ഉപ്പ് പിടിക്കാനും വേണ്ടിയുള്ള ഒരു സാധനവും ഇതിനകത്തില്ല. നമ്മളിപ്പോൾ റോസ്റ്റഡ് നട്ട്സ് മേടിക്കുവാണെങ്കിൽ അതിനകത്തും ഇച്ചിരി ഉപ്പ് കാണും. ഇതെല്ലാം ശ്രദ്ധിച്ചോണം നമ്മൾ മേടിക്കുമ്പോൾ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴും പച്ചമുളക് ചേർക്കുമ്പോഴും മുളക് പൊടി ചേർക്കുമ്പോഴും എല്ലാം അതിൻ്റേതായ എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ. കാര്യം നമ്മൾ പച്ചമുളക് കൊണ്ട്, ഞാനിവിടെ എപ്പോഴും അറിയാമല്ലോ ഗ്രീൻ ചില്ലിയാണ് കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. അതിന് നിറയെ ഉള്ളൂ, പക്ഷെ ഒത്തിരി എരിവില്ല. എരിവില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് താനും, എന്നാൽ മറ്റത്ര ഇല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഒരു ചാട്ട് മസാലയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഇതൊരു ചാട്ടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. എങ്ങനെയായാലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണെന്നു. ഇതിനകത്ത് ഇച്ചിരി തൈരൊക്കെ ചേർത്തേച്ച്, തൈരെന്ന് പറഞ്ഞാൽ ഒത്തിരി തൈര് അങ്ങോട്ട് ഒഴിക്കാനല്ല ഞാൻ പറയുന്നത്. അതിന് പകരം ഒരു ഇച്ചിരി തൈര് ഒഴിച്ചേച്ച് ഒന്ന് എന്താ പറയുക, ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ആക്കി വെച്ച് അതിനകത്ത് ഈ മിക്സ്ചറിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബൂന്തിയോ ഇതൊക്കെ ഇട്ടേച്ച് നമ്മൾ ചാട്ട് പോലെ കഴിക്കാം. അതല്ല ഇങ്ങനെ ഉപ്മാവ് പോലെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഏത് രൂപത്തിലും വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിന് എത്രയായാലും ഒക്കത്തില്ല. ഒരു 4 മണി പലഹാരമായിട്ടേ എടുക്കാൻ ഒക്കുള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഇന്ന് ധൃതിയാണ് ഇത്രേ ഒക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇത് ഉപയോഗിക്കാം. ഏതായാലും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഏറ്റവും ഈസി ആയിട്ട്, എല്ലാ അമ്മമാർക്കും ഈസി ആയിട്ട് ചെയ്യാം എന്നൊരു റെസിപ്പിയാണ് ഞാൻ പഠിപ്പിച്ച് തന്നെ. ഇത് വീട്ടിൽ ട്രൈ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും ഈസി ആയിട്ട് ഒരു റെസിപ്പി ഇവിടെ എന്നാ ചെയ്തതെന്നറിയാവോ? ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ പുള്ളിയെ പേടിയെന്നല്ല പറയുന്നത്, പുള്ളി ചെയ്യുന്ന ജോലിയെ ഭയങ്കര പേടിയാണ്. വേറെ ആരുമല്ല, നമ്മുടെ വീട്ടമ്മമാർക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരിയായിട്ടുള്ള ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യനെ ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ ഒരു ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം ചെയ്യുന്ന ജോലിയോട് ഭയങ്കര പേടിയുണ്ട്. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വേറെ ആരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാവ സുരേഷാണ് വരാൻ പോകുന്നത്. അതെ, ആദ്യമായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാമ്പിനെ പേടിയില്ലേ? പാമ്പിനെ ലോകത്തൊരു സാധനത്തിനും പേടിക്കാറില്ല. പാമ്പ് മാത്രമല്ല ഒരു ജീവിയും, പാമ്പ് മാത്രമല്ല എൻ്റെ മേഖല. ഞാൻ മറ്റുള്ള നീർനായ ഉൾപ്പെടെയുള്ള, ആന ഉൾപ്പെടെയുള്ള, കോന്നിയിലകപ്പെട്ട പുലി ഉൾപ്പെടെയുള്ള
കാരണം ആൾക്കാരറിയുന്ന പാമ്പ് മാത്രമല്ല, ഒത്തിരി ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ സീസണിൽ തന്നെ, ശബരിമല സീസണിൽ തന്നെ ഞാൻ ഏകദേശം ഒരു 30-40 ആനക്കൂട്ടത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു, ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിരുന്നു. ഒരു ജീവിയും പേടിയായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയുള്ള മനുഷ്യനെ മാത്രമേ ഉള്ളൂ. അതെ അതെ എൻ്റെ അനുഭവങ്ങൾ പഠിപ്പിച്ച് മാഡത്തിനും അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, എല്ലാ മനുഷ്യരും ഞാൻ പറയുന്നില്ല, നമുക്ക് ഒരു കാരണം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത, കൂടുതൽ എന്താ പറയുക, നമ്മുടെ ഒരു വീട്ടിൽ ഉറങ്ങുന്ന നമ്മുടെ ഇന്നത്തെ കാലത്ത് സഹോദരന്മാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എൻ്റെ അനുഭവങ്ങളെല്ലാം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുടെ മനസ്സിലാണ്. അനുഭവങ്ങളാണ് ഗുരു എന്ന് പറഞ്ഞ് മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ആണല്ലോ. ഇന്ന് ഞാൻ വാവ സുരേഷിനെ വിശ്വസിക്കട്ടെ? പിന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. പക്ഷെ വാവ സുരേഷ് പോകുന്നിടത്തൊക്കെ ഈ ഒരു കവറുണ്ട്. അല്ല, ഇത് കവർ പറയാം. ഇന്ന് ആനീസ് കിച്ചൺ പ്രോഗ്രാമിൽ കുറച്ച് ടൂൾസ് വേണമെന്ന് അതെ ആനീസ് കിച്ചണിലാ? അതെ അതെ അതെ, ഒരു എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ഇപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ല. എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞതാണ് കുറച്ച് ടൂൾ കിറ്റ് വേണമെന്ന്. അപ്പം ഞാനത് ചാലപ്പി കളക്ട് ചെയ്ത് ആണ് വന്നത്. ഇത് പാമ്പല്ലല്ലോ? അല്ലല്ല, ഒരിക്കലും അല്ല. എന്നെ നോക്കി പറയൂ, വിശ്വസിക്കാലോ. ഇത് പുറത്തിരിക്കുന്ന പാമ്പല്ല, കവറാണ്. അതെ, ഞാൻ അകത്തിരിക്കുന്ന കാര്യമാണ് ചോദിച്ചത്. സസ്പെൻസ് ആണ്, അത് ടൂൾസ് ആണ്, ഉറപ്പാണ്. സസ്പെൻസ്. ഈ കവർ അപ്പുറത്ത് വെക്കോ? പിന്നെന്താ, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. വേണ്ട, എന്നെന്താ എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല. അപ്പുറത്ത് വെച്ചേക്കോ. ശരി. ഈ പോകുന്നിടത്തൊക്കെ ഈ സാധനം കൂടെ കൊണ്ടുപോകുമോ? അല്ല മേഡം, പോകുന്നിടത്തെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ തന്നെ ഞാനിന്ന് 3 കോൾ അറ്റൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഒന്ന് ആറ്റിങ്ങൽ അഭിനവഞ്ചേരി LPS-നടുത്തൊരു ട്യൂട്ടോറിയൽ കോളേജിൽ, അവിടെ ട്യൂട്ടോറിക്ക് അകത്തുനിന്ന് അണലി എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ട കഴക്കൂട്ടം കാര്യവട്ടത്ത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അകത്തുനിന്ന് രണ്ടാമത്തെ എന്നൊരു പാമ്പിനെ എടുത്തു, കാട്ടുപാമ്പിനെ എടുത്തു. അങ്ങനെ ഓൺ ദ വേയിൽ എന്താ പറയുക, കൊണ്ട് നടക്കുന്നിടത്തെല്ലാം കൊണ്ടുപോകേണ്ട കാര്യമില്ല. എനിക്ക് പോകുമ്പോൾ തന്നെ ദിവസം എന്തായാലും ഒരു ശരാശരി 15 കോളുണ്ടാവും. ഓക്കെ. ഈ ശരിക്കും സുരേഷ്, ഈ പാമ്പുകളുമായിട്ടും അല്ലെങ്കിൽ വൈൽഡ് ലൈഫുമായിട്ടും എല്ലാ മൃഗങ്ങളെയും കാണുമ്പോൾ പോലും പേടിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. ഇപ്പം വാവ സുരേഷ് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വീട്ടമ്മ നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വിമൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ശരിക്കും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇത് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഒരു ജനനം ഉണ്ടാവുന്നത്. ഇതുമായിട്ട് എങ്ങനെ സുരേഷ് ഇതുമായിട്ട് ആയത്? അല്ല, ഞാൻ അതൊരു വലിയ സംഭവം ഒന്നല്ല മേഡം. ഞാൻ പറയാം, എനിക്കൊരിക്കലും ഇങ്ങനൊരു മേഖല അല്ലായിരുന്നു എൻ്റെത്. ഞാനൊരു എന്താ പറയുക, പഠിച്ച ഒരു 13-14 വയസ്സൊക്കെ വീട്ടിലൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടൊക്കെ അല്ലേ. അപ്പോൾ അന്ന് ഞങ്ങൾ അമ്മ ജോലിക്ക് കൂലിപ്പണിക്ക് പോകും, അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്, ഞാനും 2 ചേട്ടന്മാരും അനിയത്തിയാണ്. അപ്പോൾ വളരെ കഷ്ടമാണ്, നമുക്ക് ഒരു നേരത്തെ ആഹാരമൊക്കെ വലിയ കഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്കൂളിൽ പോകാൻ ചിലപ്പോൾ തോന്നാറില്ല, അപ്പോൾ പോകാറില്ല. അപ്പോൾ ഞാൻ പാടത്തും പറമ്പിലൊക്കെ ഒളിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പല ജന്തുക്കളും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇരിക്കുന്ന സാഹചര്യത്തിൽ അടുത്തൊക്കെ പാമ്പിനെ കണ്ടപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല, അവർ നമ്മളെ കാണുമ്പോൾ മടങ്ങിപ്പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനൊന്ന് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ 13-ാമത്തെ വയസ്സിൽ 12-13 കൊണ്ടുവന്ന ഒരു പാമ്പിനെ എങ്ങനെയൊക്കെ കുപ്പിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവച്ചു. അമ്മ അറിഞ്ഞു, അമ്മ അടി തന്നു. പിന്നെ കുറേ ആളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത് എനിക്ക് തോന്നി എന്തായാലും എനിക്ക് ചിന്തിക്കാം. അല്ല, ഈ കുപ്പിയിൽ കയറ്റുമ്പോൾ ഇതിന് വിഷമുണ്ട് എന്നുള്ളതൊക്കെ നമ്മളെ അച്ഛനമ്മമാർ പഠിപ്പിച്ചിരുന്നു. ലോകത്ത് വിഷമുള്ളത് മനുഷ്യന് മാത്രമാണ്. ലോകത്തൊരു പാമ്പിന് വിഷമില്ല. തെറ്റായ അറിവല്ലേ അത്? അയ്യോ, തെറ്റായ അറിവെന്ന് പറയുമ്പോൾ നമ്മളെ കുഞ്ഞുനാൾ മുതൽ നമ്മളിപ്പോൾ പറമ്പിൽ പോവോ അല്ലെ പാടത്ത് പോവോ കണ്ടത്തിലൊക്കെ പോകുമ്പം അപ്പനും അമ്മയൊക്കെ പറഞ്ഞു വിടുന്നത് പോകരുത്, അതിനകത്ത് വല്ല മണലിയോ ചുരുട്ടോ എന്നതേലും കാണും, കടിക്കും, വിഷവാന്നൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മളെ മാറ്റി വിടുന്നു. അപ്പൊ ഇപ്പൊ സുരേഷ് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബേസ് അറിവ് അച്ഛനും അമ്മയും തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിനെ കാണുമ്പോൾ കുപ്പി കയറ്റാനും ഒക്കെ ഒരു ധൈര്യം അന്ന് എനിക്ക് ഒന്നിനും തോന്നി. കാരണം എനിക്ക് എൻ്റെ കളർ ഉണ്ടായിരുന്നോണ്ടായിരിക്കും. എനിക്ക് ചെറുപ്പത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 13 കാക്ക ഉണ്ടായിരുന്നു. കാക്ക. അത് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ കാക്ക കുഞ്ഞുങ്ങൾ തറയിൽ കിടക്കുമ്പോൾ ഞാൻ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് ഓട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഓടിനകത്ത് വെച്ച് തീറ്റി കൊടുക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ അബദ്ധവശാൽ ഈ ഒരു ജന്തുവിന്, ഈ ഒരു പാമ്പ് അന്ന് ഞാൻ ഇതിനെ അത്രയും ബഹുമാനിക്കുന്നില്ലായിരുന്നു, അത്രയും സ്നേഹിക്കുന്നില്ലായിരുന്നു. പക്ഷേ അന്ന് അതിനെ എങ്ങനെയൊക്കെ ഒരു വടി വെച്ച് തട്ടിയപ്പോൾ പത്തി എടുത്തു. അതിനെ എങ്ങനെയോ ഒരു കുപ്പി കയറ്റി അന്ന് നമ്മുടെ ചേമ്പ് മാറാനെന്ന് പറഞ്ഞ ചേമ്പുണ്ടല്ലോ, അതിൻ്റെ ഇല വെച്ച് വാഴവള്ളി വെച്ച് കെട്ടി ചെറിയ ഈർക്കിലിട്ട് ഓട്ടയിട്ട് അന്നതൊന്നും അറിയില്ല, അത് പോകുമെന്നറിയില്ല. വീട്ടിൽ കൊണ്ട് വെച്ചു. പക്ഷേ അത് ഒരാഴ്ചയോളം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനെ വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളായപ്പോൾ റിലീസ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഇത്രയും വീട്ടിലുള്ളവർ ഇത്രയും ഭയപ്പെടണമെങ്കിൽ ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് പഠിക്കണമെന്ന് തോന്നി. അത് പിന്നെ ഒരു 15-16 വയസ്സായപ്പോൾ പിന്നെ ഫുൾ ടൈം ഇതിലേക്ക് പോയി. പിന്നെ ഇവ ഉള്ള സ്ഥലങ്ങളിൽ പോയി കാവലിരിക്കലായി. പിന്നെ മതിൽക്കെട്ടിനകത്തേക്ക് കയറിക്കാൻ തിരിച്ചിറങ്ങുന്നവരെ കാവലിരിക്കലായി. ചിലപ്പോൾ 2-5 മണിക്കൂർ കാവലി. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു ക്രൈസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു രോഗമായി മാറി. രോഗമായി മാറി, സൈക്കിക് പ്രോബ്ലം. അതെ.
അപ്പോൾ എനിക്ക് പിന്നെ ഒരു ദിവസം ഇപ്പോൾ ഒരു കോൾ വന്ന് ഒരു പാമ്പിനെ പിടിക്കാൻ കോൾ, ഇപ്പോൾ എൻ്റെ ഒരു മൊബൈൽ സ്വിച്ച് ഓഫാണ്. പക്ഷേ ആ കോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. ആരെങ്കിലും വിളിക്കുമോ, കോൾ വരുമോ. അപ്പോൾ ഒന്നേ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്, ഇനി ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം ഒരു കോൾ വന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. വന്നില്ലേ അന്ന് തുടങ്ങിയതാ, അന്ന് കുഞ്ഞുനാളിൽ തുടങ്ങിയ ആ മൊബൈലൊക്കെ ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ടെൻഷൻ ഇന്ന് എനിക്ക് വേറെ ഒന്നുണ്ട്. എനിക്ക് വാട്സാപ്പ് വേണമെന്നോ നെറ്റ് വേണമെന്നൊന്നും എനിക്കില്ല. പക്ഷേ എനിക്കൊരു പാമ്പിനെ പിടിക്കാൻ ഒരു കോൾ വന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാം സാധ്യത. ആ ഒരു അവസ്ഥയിലേക്ക് പോവാണ്. അല്ല സുരേഷ്, ഇത്രയും അഡിക്റ്റഡ് ആവാൻ എന്താ കാര്യം? അത് ഒരു പിടി, കാരണം അഡിക്റ്റഡ് എന്ന് ഞാൻ ഒരു കള്ളു കുടിക്കുന്ന ഒരാളല്ല, സേർട്ട് വലിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ മത്സ്യ മാംസാദികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അതിനൊന്നും ഞാൻ പക്ഷേ ഇതിന് ഞാൻ അഡിക്റ്റ് ആണ്. അപ്പൊ അതിന്റെ എത്ര വെറൈറ്റീസ് ഉണ്ടെന്നും ഇത് എന്തുകൊണ്ടാണെന്നുള്ള സ്റ്റഡിയിൽ എന്താണ് സുരേഷ് മനസ്സിലാക്കി? ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പാമ്പിന് വിഷമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലോകത്തെങ്ങനെ പാമ്പുകൾക്ക് വിഷം എന്ന് പറയുന്നത് തെറ്റായ ഒരു അറിവില്ല. അപ്പൊ അത് കടിക്കുമ്പോൾ വിഷം കയറും. വേണ്ടതിന് ഇപ്പോൾ എനിക്ക് പനിയുണ്ട്, എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ മരുന്നും പനിയുള്ള മരുന്നും ഒരുമിച്ച് കുത്തിച്ചാൽ എന്താ സംഭവിക്കുക? ശരിക്കും സുരേഷ് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. എന്താന്ന് വെച്ചാൽ പാമ്പ് കടിച്ചാൽ വിഷമില്ല എന്ന് സുരേഷ് ഇത്ര തർക്കിച്ച് പറയാൻ കാര്യം? മാഡം, ഞാൻ വിഷം എന്നല്ല, ആ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ വ്യത്യാസമാണ് ഞാൻ. വിഷം എന്ന്, പാമ്പിൻ്റെ വെനം പ്രോട്ടീനാണ്, ഏറ്റവും നല്ല ഔഷധമാണ്, എത്ര അസുഖങ്ങൾക്കുള്ള മെഡിസിനാണ്. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, ബ്രെയിൻ ട്യൂമർ, അതുപോലെ നമുക്കുണ്ടാകുന്ന പാമ്പ് കടിച്ചാൽ കൊടുക്കുന്ന മരുന്ന്, അതുപോലെ മാഡമൊക്കെ ഉപയോഗിക്കുന്ന എന്താ പറയുക സൗന്ദര്യവർദ്ധന സാധനങ്ങൾ, മുഖത്തിടാനുള്ള സാധനങ്ങളിലൊക്കെ ഉള്ള ക്ലൈസിങ് നിലനിർത്തുന്ന പ്രോട്ടീൻ പാമ്പിൻ്റെ വെനാണ്. നമ്മൾ പഠിച്ചിട്ടില്ല, അതാണ് ക്ലേപ്പെട്ട മഠത്തിൻ്റെ ജീവിതത്തിൽ പറയുന്നത്. അതാണ് അതിലൊരു പ്രോട്ടീനാണ്. പാമ്പിൻ്റെ വെനമല്ല. നമ്മൾ മുട്ട നമ്മളെല്ലാവരും മുട്ടയൊക്കെ കഴിക്കുന്നതാണ്. മുട്ട കഴിക്കുന്നു, കോഴിമുട്ട എല്ലാവരും കഴിക്കുന്നു. ലോകത്ത് എല്ലാ ജീവിതവും മുട്ട നമുക്ക് കഴിക്കാം, കോഴിമുട്ട ഒരു അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് ഇഞ്ചെക്ട് ചെയ്താൽ നമ്മൾ മരിക്കും. ഏറ്റവും നല്ല പ്രോട്ടീനാണ്, ഒന്നിൽ കൂടുതൽ പ്രോട്ടീനാണ്, പ്യൂർ പ്രോട്ടീനാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻ ഏത് ഒരുമിച്ച് വന്നാലും നമുക്ക് ഡെത്ത് സംഭവിക്കാം. ബ്ലഡിലേക്ക് വന്നാൽ നമ്മുടെ ബോഡിക്ക് അത്രയും വേണ്ടാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് പാമ്പിൻ്റെ വെനം 95% പ്രോട്ടീനാണ്. ഈ 95% വരുമ്പോൾ ഒട്ടനവധി ഏകദേശം 95 പ്രോട്ടീനാണ്, ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് അപകടം സംഭവിക്കുന്നത്. ഇലകൾ അപകടം സംഭവിക്കത്തില്ല. ഇതെല്ലാം മെഡിസിനല്ലേ, കണ്ടൻസ് തിരിച്ചാലെല്ലാം മെഡിസിനല്ലേ. എന്താ പറയുക, ക്യാൻസറിൻ്റെ വേദന സംഹാരി, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ച് അലിയിപ്പിക്കുന്ന മെഡിസിൻ കൊയാഗുലിൻ, അങ്ങനെ ഒട്ടനവധി. അതുപോലെ പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന ആൻറ്റിവെനം എന്ന് പറഞ്ഞ മെഡിസിൻ, ഇതൊക്കെ കണ്ടൻസ് തിരിക്കുമ്പോൾ മെഡിസിൻ ആവുന്നു. ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് കെമിക്കലായിരിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞ സുരേഷ് കുഞ്ഞുനാൾ മുതലേ ഇതിനെ പറ്റി പഠിക്കാനുള്ള യാത്ര അനുഭവങ്ങൾ. അത് ഫസ്റ്റ് എന്തിലാണ് സുരേഷ് സ്റ്റാർട്ട് ചെയ്തത്? ആദ്യം തുടങ്ങിയത് നാറ്റം. അതായത് ഈ സന്ധ്യ സമയമാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഈ ചെടിയുണ്ട്, ഈ ചീനിക്കട്ടിൻ്റെ മണം അനുഭവപ്പെടുമ്പോൾ പാമ്പിൻ്റെ വായിൽ നിന്ന് വരുന്ന മണമാണെന്ന് മുത്തശ്ശിമാർ പറഞ്ഞിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ കൃത്യം ഒരേ സമയത്ത് കൃത്യം 4 മണിക്ക് ശേഷം മണം വരുന്നത്, അല്ലെങ്കിൽ 8 മണി വരെ മണം വരുന്നത്. അപ്പോൾ പാമ്പുകൾക്ക് വാച്ചില്ല ഒരേപോലെ നോക്കി വായി തുറന്നിരിക്കാൻ. അപ്പോൾ ഞാൻ അപ്പോൾ ശരിയായിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പാടത്തും പറമ്പിലുമൊക്കെ ഈ സമയം ഇന്ന് മണമുള്ള സ്ഥലത്ത് നാളെ പൊരിക്കുമ്പോൾ മണമില്ല. അങ്ങനെ മാസങ്ങൾ അവിടെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് കേട്ടിക്ക വനദുർഗ ദേവി ക്ഷേത്രം. ഞാൻ 5 വർഷം ആ ക്ഷേത്രത്തിൽ നടയിലാണ് കിടക്കുന്നത്. ഇതെല്ലാം ആ കുഞ്ഞുനാളിലാണ്? അതെ, കുഞ്ഞുനാളിൽ ഒരു 15-16 വയസ്സ്. ഞാൻ 5 വർഷം 6 വർഷം കൂടുതൽ അമ്പലങ്ങളിലാണ് കിടന്നിട്ടുള്ളത്. കാവുകളിൽ കിടക്കുക, രാത്രി കാവുകളിൽ കിടക്കാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഈ ചെടിയെ കണ്ടുപിടിച്ചു, എടുത്ത് വീട്ടിൽ കൊണ്ട് നട്ട് പുഷ്പിച്ചു. മണം ഇതിൽ നിന്നാണെന്ന് അറിഞ്ഞതിന് ശേഷം മലയാളത്തിൽ ഇതിന് പേരുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സംസ്കൃത, ആയുർവേദ, താളിയോല ഗ്രന്ഥങ്ങൾ അറിയാവുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്, വൈദ്യന്മാർ. അവരെ സമീപിച്ച് അവരിൽ നിന്നാണ് അറിയുന്നത് ഇതിൻ്റെ പേര് പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ പുൽച്ചെടിയാണെന്നും, കൃത്യം 4 മണിയാകുമ്പോൾ ഒരു കടുവിൻ്റെ അത്തിനുള്ള പൂവാണെന്നും, 4 മണിയാകുമ്പോൾ പൊട്ടുമെന്നും, 6 മണിയാകുമ്പോൾ പൂർണ്ണമായിട്ട് വിരിയുന്നു, അപ്പോഴാണ് ഈ മണം അനുഭവപ്പെടുന്നതെന്നും. പണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ പെൺമക്കൾ രാത്രി കാലങ്ങളിൽ പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി, അവരെ പേടിപ്പിക്കാൻ വേണ്ടി, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മമാർ പറഞ്ഞിരിക്കുന്ന കഥകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും പാമ്പിലേക്ക് നോക്കി അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ പാമ്പുണ്ട്. അത് മാത്രമല്ല ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ ഭഗവാൻ ശിവൻ അവരിൽ പാമ്പിൻ്റെ വെനം കഴിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തായിരിക്കും അതൊരു മെസ്സേജ് ആയിരിക്കും. ഞാൻ 700ഓളം പ്രാവശ്യം പാമ്പിൻ്റെ വെനം കഴിച്ചു ലൈവായിട്ട്. എല്ലാ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അതുണ്ട്, പ്രോഗ്രാമിലൊക്കെ അതുണ്ട്. ലൈവായിട്ട് അണലി, മൂർഖൻ, രാജവൻ ബല, ശങ്കൂരനൊക്കെ വെനം കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലൈവാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് അദ്ദേഹത്തിന് കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കഴിച്ചുകൂടാ. അങ്ങനെ അദ്ദേഹം ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ ഞാൻ 700 പ്രാവശ്യം കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് പാമ്പിൻ്റെ വെനം. അപ്പോൾ ഞാനൊരു ഡോക്ടറല്ല, അപ്പോൾ ഒരാളിനെ പഠിക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ പഠിക്കാം, എൻ്റെ ശരീരത്തിൽ പഠിക്കണമെങ്കിൽ എനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ ശരീരം പഠന വസ്തുവായി ഉപയോഗിച്ചു.
അല്ല, ഈ പഠന വസ്തുവായിട്ട് ആദ്യമായിട്ട് സുരേഷ് മനസ്സിലാക്കുന്നില്ലല്ലോ ഇത് 95%. ഇതിപ്പോ ഒരു 10 വർഷത്തിന് ഇപ്പുറമാണ് ഈ പാമ്പിന്റെ അല്ല, ആദ്യം ചെയ്യുമ്പോ ഇത് 95% പ്രോട്ടീൻ ആണ്, നമ്മുടെ ബോഡിക്ക് അത്രയും ആവശ്യമില്ല എന്ന് അറിഞ്ഞിട്ട് കൂടിയും സുരേഷ് തന്റെ സ്വന്തം ബോഡി അതൊരു എന്താ പറയാ ഒരു ലാബാക്കി മാറ്റുകയല്ലേ? അല്ല, അതാ മാഡം ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ചിന്താഗതികൾ, എനിക്ക് ആൻറ്റിബോഡി ഉണ്ട്, എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഡോക്ടർ ഡാലസ് സാർ ഉൾപ്പെടെ മുന്നേ HOD ആയിരുന്ന ഡാലസ് സാർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊന്നും എനിക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഏകദേശം 10,000-ത്തിലേറെ ഇവിടെ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രസവിപ്പിച്ചു. 20,000 ഓർക്കാൻ എൻ്റെ മുട്ടോളിയും അത് എൻ്റെ വീട്ടിൽ. എനിക്ക് കോഴി വളർത്തുന്നെന്ന് പറയുന്ന പോലെ അല്ല, അത് പഠിക്കണം മാഡം. പഠിക്കാൻ ഞാൻ പറഞ്ഞു, ഒരു ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബുക്കുകളെ ഞാനൊരിക്കലും ഞാൻ വായിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ തേടിയെത്തുന്നതാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എൻ്റെ യാത്രയിൽ കിട്ടുന്ന അനുഭവങ്ങൾ ലൈവായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ട് ഞാൻ 10,000-ത്തിലേറെ അവയർനെസ് ക്ലാസ്സുകൾ നടത്തി. കാസർഗോഡ് മുതൽ പാറശാല വരെ സ്കൂളുകളിൽ, റെസിഡൻസ്, ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ റെസിഡൻസിൻ്റെ ഒക്കെ പരിപാടി പങ്കെടുക്കാറുണ്ട്, അതുപോലെ മറ്റുള്ള പരിപാടി എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറേ പേടി മാറ്റും. ഇപ്പോൾ മാഡം ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ദൃശ്യമാധ്യമ വാർത്തകളോ പത്രവാർത്തകളോ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പാമ്പ് പിടുത്തക്കാരില്ല. ഇപ്പോൾ ഞാൻ ഒന്ന് പാമ്പിനെ പേടി മാറ്റിയപ്പോൾ എല്ലാവരും ഒരുപാട് പാമ്പ് പിടുത്തക്കാരായി, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇതൊരു ബിസിനസ്സായി. ഞാനിന്ന് ഇന്ന് വരെ എനിക്ക് തോന്നുന്നു, ഞാൻ കാസർഗോഡ് വരെ പോയിട്ട് എന്നെ ഒരു പ്രോഗ്രാം ഇപ്പം ഒരു ഗസ്റ്റിനെ ഒരു പ്രോഗ്രാം വിളിച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ പറയും ഞാൻ വരാം, എനിക്ക് എത്ര രൂപ ഞാൻ പരിപാടി പങ്കെടുക്കും. ഞാനൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ പാമ്പിനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരു ഗാനമേളയ്ക്ക് പങ്കെടുക്കുന്നതിനേക്കാളും ഈ പ്രോഗ്രാം കാണാൻ ആൾക്കാർ വരാറുണ്ട്. പക്ഷേ എനിക്ക് വണ്ടി കൂലി വരും തരാറില്ല. പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന അനുഭവമാണ്. അല്ല, ഇതുപോലെ ഇപ്പം സുരേഷ് ഏറ്റവും നല്ലത് മനുഷ്യരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണം, അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ഇതിപ്പോൾ ദുർവിനിയോഗപ്പെടുക. ഇപ്പോൾ എല്ലാ ക്ലബ്ബുകളുടെ റെസിഡൻസിനും വാർഷികത്തിന് വിളിക്കുന്നത് എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല, ഇതൊരു ബിസിനസ്. പാമ്പിനെ കൊണ്ടുചെല്ലുമ്പോഴത്തേക്ക് ആൾ കൂടും. അപ്പോൾ അവർക്ക് അതുവഴി നല്ല സമ്പാദ്യം കളക്ട് ചെയ്യാം, അവരെ കാര്യം നടക്കുന്നു. സുരേഷ് ഇതുവരെ പാമ്പിനെ പിടിച്ചിട്ട് ഫീസ് വാങ്ങിയിട്ട് തന്നാ വാങ്ങും മാഡം. എനിക്ക് വല്ലാതെ നിവർത്തിയില്ല. കാരണം ഞാനൊരു കൊച്ചു വളരെ സാമ്പത്തികം നഷ്ടമുള്ള കുടുംബത്തിൽ ജനിച്ച ആൾ ജീവിക്കുന്നു അങ്ങനെ തന്നെയാണ്. അപ്പോൾ തന്നാലും വാങ്ങും, പക്ഷെ തരാറില്ല. വളരെ അപൂർവം പേര് തരാറുള്ളൂ. സുരേഷ് പറഞ്ഞു കുഞ്ഞുനാൾ മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഒരു ദൈവം പറഞ്ഞു തന്ന ഒരു മേഖലയിൽ നിന്നും ഇത്, അപ്പൊ ഇതിനെ ഒരിക്കലും ഒരു ബിസിനസ് ആക്കി കൊണ്ടുപോകണമെന്നോ എന്റെ വീട്ടിലേക്ക് ആ ഒരു ദാരിദ്ര്യം മാറ്റണമെന്നോ സുരേഷിന് മനസ്സിൽ തോന്നിയിട്ടില്ല, ഇന്നുവരെ തോന്നിയിട്ടില്ല മാഡം. അതിൽ ഏറ്റവും വലിയ പുണ്യം എന്താണ്? ഞാൻ ഈ മേഖലയിൽ, ഞാൻ ഭൂമിയിൽ ജനിച്ചാലും ഞാൻ അഭിമാനിക്കുന്നു. കാരണം വെച്ചാൽ ഞാൻ വാവ സുരേഷ് എന്നുള്ള പേരിൽ വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി, എൻ്റെ വീടിനടുത്തുള്ള കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെട്ടു. എന്നാലും ഞാൻ പറയുകയാണ്, ഏകദേശം ഒരു 80 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു 2 ആഴ്ച കൊണ്ട്, എൻ്റെ ഫേസ്ബുക്ക് വഴി. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എനിക്ക് ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടോയെന്ന്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ചാരിറ്റിക്ക് വേണ്ടി പരിപാടി ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല മാഡം. ഇപ്പോൾ ചാരിറ്റിക്ക് വിളിക്കുന്നുള്ളൂ, പാമ്പിനെ പിടിക്കാൻ വിളിക്കുന്നില്ല. ചാരിറ്റിക്ക് വേണ്ടി എനിക്ക് വേറെ ഒരു എനിക്ക് ഒരു ഞരമ്പ് രോഗമുണ്ട്. ആ ഒരു ഞരമ്പ് രോഗം ലോട്ടറിയാണ്. മനസ്സിലായില്ല? കേരള ലോട്ടറി എടുത്തിട്ട് ഞാൻ ഒരു പരുവായി ഇപ്പോൾ. കാരണം ഒരു 2:30 ആകുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ലോട്ടറി ഇട്ട് നറുക്കെടുക്കുന്ന സമയത്ത് അയ്യോ ലോട്ടറി എടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ടെൻഷൻ, ഒരു സൈക്കിയാണ് അതിൽ. കൃത്യമായിട്ട് അതുകൊണ്ട് ഒരു ദിവസം പോയി ഒരുപാട് ലോട്ടറി, ഞാൻ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 250 ലോട്ടറി എൻ്റെ കയ്യിലുണ്ട്. അല്ല, ഇത് എല്ലാം സുരേഷ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സുരേഷിന് പാമ്പിനെ പിടിച്ചില്ലെങ്കിൽ ഒരു സൈക്കിക്ക് ഇതുണ്ടോ? ഇത് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടില്ല. ആൾക്കാർ എൻ്റെ പേജിൽ നോക്കൂ, സഹായത്തിന് ആൾക്കാർ വിളിക്കണം, ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നു ലോട്ടറി എടുക്കാം, അടിക്കണമെങ്കിൽ കൊടുക്കാം, അടിക്കുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടെ എടുക്കുക. 7 ലക്ഷം രൂപയ്ക്ക് ലോട്ടറി എടുത്തു, അടിയേ ഇല്ല. അപ്പോൾ ഞാൻ എല്ലാം കൊണ്ട് ടെൻഷനാണ് എനിക്ക്. അപ്പോൾ ഈ സഹായത്തിന് വിളിക്കുന്നവരെ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഉറങ്ങിയിട്ട് എത്ര വർഷമായി? പ്രയാസം കൊണ്ട് നമുക്ക് സഹായിക്കണം എന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല സാഹചര്യങ്ങൾ. എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും എന്നെ കൊണ്ട് കഴിവിൻ്റെ ഞാൻ ഉറക്കം കളഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒരു 50 കോൾ വിളിച്ചാൽ ഞാൻ ചെല്ലാമെന്ന് പറയും. അപ്പോൾ കിട്ടുന്നത് 100 രൂപയിൽ ലാഭമല്ലേ? ഒരു ദിവസം 10 കോൾ പോകുന്നു, എനിക്ക് 900 രൂപ വണ്ടിക്ക് ആവുന്നുള്ളൂ, 1000 രൂപ കിട്ടി, 100 ലാഭമല്ലേ? ഈ കുഞ്ഞുനാൾ മുതൽ നമുക്ക് തരുന്ന ഒരു അച്ഛനമ്മയും തരുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് ഈ പാമ്പിനെ തുടർന്ന് പിടിക്കരുത് എന്നൊക്കെ. ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോൾ സുരേഷിന് തോന്നിയില്ലേ ഇത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല? എൻ്റെ വീട്ടിൽ ഒരു പോരായിട്ട് വിടാം. എൻ്റെ വീട്ടിലിപ്പോൾ 8 പൂച്ച ഉണ്ടായിരുന്നു. 2 ദിവസം വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടു. 2 നായ ഉണ്ടായിരുന്നു, ഒരാൾ മരണപ്പെട്ടു. അത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ അടക്കം ചെയ്തിട്ടുണ്ട്, ഇന്ന് വിളക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ മരത്തിൽ ആട്ടാമ്പുഴുണ്ട്, പിന്നെ അതുപോലെ പല്ലിയുണ്ട്, പാറ്റയുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. കോഴി അല്ലേ, എല്ലാവരും വീട്ടിൽ കോഴിയുണ്ട്, നായുണ്ട്, പൂച്ചയുണ്ട്, അതുപോലെ പശുവുണ്ട്,
പക്ഷേ ഒരുപാട് സ്ഥലം എന്നല്ല, 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അവിടെ എല്ലാവരും അപ്പം ഈ സുരേഷ് ചെയ്യുന്ന ഈ പാമ്പ് വീട്ടിൽ വെക്കാൻ പറ്റും. തൊട്ടടുത്ത് ഒരു പറമ്പുണ്ട്, 2 സെൻറ്റ് പറമ്പ്. അത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അമ്മയുടെ സഹോദരന്മാരുടെ അവർ വിറ്റു, നമ്മളറിയാതെ വിറ്റു. എന്നാലും ഞാനിപ്പോൾ വാങ്ങിയ ആൾ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പാമ്പിനെ. അതെ, എങ്ങനെ വെക്കും? അത് വെക്കുന്ന നമ്മൾ കുറച്ച് കൂട് ഞാൻ ക്രമീകരിച്ചു. സിൻഡെക്സിൻ്റെ കൂട് പെർമനൻ്റ് ആയിട്ടൊരു കൂട് വെക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. തിരിച്ച് കാട്ടിക്കൊണ്ട് തോന്നും. എനിക്ക് എന്നും കാട്ടിക്കൊണ്ട് വിടാൻ കഴിയില്ല. കാരണം ഇത് ഒരു ദിവസം 4, 5, 6 കോളുള്ള സമയത്ത് ഇപ്പോൾ വെനമില്ല, ചേരയെ പിടിച്ച് അപ്പടിനെ റിലീസ് ചെയ്യാം. പക്ഷേ മൂർഖനെയാണെങ്കിലും നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് 2 ആഴ്ച 3 ആഴ്ച 100, 50 ഇങ്ങനെ ആകുമ്പോൾ കൊണ്ട് കാട്ടിക്കൊണ്ട് തുറന്നു. അല്ല, അപ്പോൾ ഇതിന്റെ വെനം എടുത്തിട്ടാണ് നമുക്ക് ഒരു പെർമിഷൻ നമുക്കില്ലല്ലോ. വെനം എടുക്കാൻ പാടില്ല. വെനം എടുക്കാൻ നമുക്ക് നിയമമില്ലല്ലോ. അത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. ഒരു പാമ്പിനെ വേദി പ്രദർശിപ്പിക്കാൻ പാടില്ല, കുറ്റകരമാണ്. ഇവിടെ നമ്മൾ സിനിമയിൽ ചെയ്യുമ്പോൾ പെർമിഷൻ, ചെന്നൈയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വൈൽഡ് ലൈഫിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഇത് ഹെൽത്തി ആണോ, പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുൻകാലങ്ങളിലെ സിനിമ സീലെടുത്ത് നോക്കൂ, പാമ്പിൻ്റെ ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്നു, ഫാങ്സ് എടുക്കുന്നു, കൊരുത്ത് കിട്ടുന്നു, ചെയ്യുന്നു, അത് മരണപ്പെടുന്നു. എങ്ങനെ ഭക്ഷണം കഴിക്കുമത്? ഗ്ലാൻഡ് ഇല്ലാതെ പറഞ്ഞാൽ പാമ്പിന്, ഒരു മൂർഖിന് ഗ്ലാൻഡ് ഇല്ല, പാമ്പ് ഭക്ഷണം കഴിച്ചു, ഡൈജസ്റ്റ് ആവണ്ടേ, അല്ലെങ്കിൽ ആ ഇര ചാവണ്ടേ. ഇപ്പോൾ ചേരയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, ചേരയ്ക്ക് വെനമില്ലാത്തതുകൊണ്ട് അത് കൊന്നതിന് ശേഷം കഴിക്കുന്നുള്ളൂ. മൂർഖൻ വെനം ചെന്നാലേ ഈ ഭക്ഷണം ഡൈജസ്റ്റ് ആവുള്ളൂ. അണലിപ്പാമ്പിൻ്റെ ഭക്ഷണത്തിൽ വെനം ചെന്നാലേ ഡൈജസ്റ്റ് ആവുള്ളൂ. രാജവെമ്പാലയുടെ വെനം ചെന്നാലേ അതിൻ്റെ ഭക്ഷണം ഡൈജസ്റ്റ് ആവുള്ളൂ. ഇങ്ങനെ അവരുടെ ശരീരത്തിന് ഓരോ ഘടനകളുണ്ട്. നമുക്കൊറ്റ ലക്ഷ്യമുള്ള തല്ലിക്കൊള്ളുക, കണ്ടവൻ്റെ പറമ്പ് വലിച്ചെറിഞ്ഞു കൊടുക്കുക. പക്ഷെ ഇത് ഏറ്റവും അനിവാര്യമാണ്. ഇത്രയും മെഡിസിൻ ലോകത്ത് സങ്കല്പം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പാമ്പിനെ മാത്രം, ഇതൊരു അന്ധവിശ്വാസം, ഞാൻ പാമ്പിനെ മാത്രം ആരാധിക്കുന്നു. അത് വേറൊന്നും നമുക്കൊരു അസുഖം വന്നാൽ ആ അസുഖത്തിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒട്ടനവധി മെഡിസിൻ പാമ്പിൻ്റെ വെനം. അതുപോലെ ഒരാളിനെ ഒറ്റയടിക്ക് കടിച്ച് കൊല്ലാനും കഴിയും. ആ കൊല്ലുന്ന സാധനം കൊണ്ട് മറ്റ് ജീവനെ തിരിച്ചു കൊണ്ടുവരാനും കഴിയും. ജീവൻ കൊടുക്കാനും എടുക്കാനും കഴിയുന്നു. അവയാണ് യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതാണ് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറയുന്നത് മറ്റൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുന്നല്ല, ഞാനതിനെ ആരാധിക്കുന്നു. മറ്റുള്ളവരെന്നെ ആരാധന തോന്നാൻ എന്തെങ്കിലും ഒരു അനുഭവം, ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ തന്നെ 10 പറയാം, എനിക്ക് 389 പ്രാവശ്യം പാമ്പ് കടിയേറ്റു. ഈ കൈയുടെ ഇതെല്ലാം കടികളാണ്. ആംബ്യൂട്ട് ചെയ്തു, മടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ കടിയാണ് മടങ്ങിയിരിക്കുന്നു, റിസ്റ്റ് മടങ്ങത്തില്ല. ഇങ്ങനെ ഒട്ടനവധി കടികൾ. ഇപ്പോൾ ഈ കടികളിലൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത്രയ്ക്ക് ഇതേത് ഭാഗം ആദ്യം വേദന ഉണ്ടാകുന്നു, ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി മറ്റ് ജീവികളെയൊക്കെ ഞാൻ നമ്മുടെ ഈ അമൃതയുടെ അനുഭവം തന്നെയാണ്. അമൃതയുടെ ചാനലിൻ്റെ ഒരു ക്യാമറമാൻ ഒരു നീർനായ കടിയേറ്റിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു നീർനായ പിടിക്കാൻ പോയ സമയത്ത്, ബാലരാമരത്തിന്, പേര് ഞാൻ മറക്കുന്നു. അപ്പോൾ അപ്പോഴും മരണം സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു നായ കടിച്ച് മരണം സംഭവിക്കുന്നില്ല. പേ ഉണ്ടെങ്കിൽ അപകടം ഉണ്ടാകുന്നുള്ളൂ. സാധാരണ നായ കടിച്ച് മരിക്കുന്നില്ല. പക്ഷേ പാമ്പ് കടിച്ചാൽ സഡൻ ഡെത്ത് സംഭവിക്കുന്നു. സഡൻ ഡെത്ത് സംഭവം എനിക്ക് തോന്നി ഇതിനൊന്ന് പഠിക്കണം. അങ്ങനെയാണ് ഇതിലേക്കുള്ള യാത്ര കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതെന്തായാലും 29 വർഷമായി. 29 വർഷം കൊണ്ട് ഒട്ടനവധി അനുഭവങ്ങൾ, ഒട്ടനവധി. എന്നിട്ട് ഇതുപോലെ വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് കുടിക്കാൻ, ഇങ്ങനെ നമ്മൾ ക്ഷീണിച്ചൊരു പാറ പൊളിച്ച് കുടിക്കാനായിട്ട് വെള്ളം ചോദിച്ചാൽ ബാത്റൂമിൽ കൊണ്ടുപോയി മഗ്ഗിൽ വെള്ളം തന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. അയ്യോ, തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മറ്റ് മേഖലയിൽ നിൽക്കുന്ന സാധാരണക്കാരുടെ വീട്ടിലാണ്, വലിയൊരു ആൾക്കാരുടെ വീട്ടിലൊന്നും അല്ല, സാധാരണക്കാരുടെ വീട്ടിലാണ്. എന്താ ഞാൻ നമ്മുടെ അവിടെ കൊട്ടാരത്തിൽ അമ്പരാട്ടിയായിട്ട് നല്ല ടൈംസാണ്, അമ്പരാനായിട്ട് നല്ല ടൈംസാണ്, എന്ത് നല്ല മനുഷ്യരവരൊക്കെ. പക്ഷെ ഇവിടെ സാധാരണക്കാരനെനിക്ക് പാത്രത്തിൽ പോലും വെള്ളം തന്നിട്ടില്ല കുടിക്കാനായിട്ട്, സാധാരണ വീട്ടിൽ. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങൾ. അപ്പം ഞാൻ എങ്ങനെയാ മനുഷ്യനെ കൂടുതൽ എല്ലാവരെയും സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങൾ എനിക്ക് തന്നത് മനുഷ്യനാണെന്ന് തുടങ്ങി. കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ ഒരിക്കലും പ്രയാസം തോന്നി, ഒരിക്കലും തോന്നാറില്ല. മനുഷ്യൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ആൾക്കാരുണ്ട് എന്ന് നമ്മൾ സമാധാനിക്കുന്നു. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഈ വിഷമുള്ള പാമ്പുകളെ പിടിക്കുകയും അല്ലെങ്കിൽ വൈൽഡിലുള്ള സകല ജന്തുക്കളെയും നമ്മുടെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സുരേഷ് ചെയ്യുന്നത്. അത് കാണാതെ സുരേഷ് ശരിക്കും ഒരു മാനസികമായിട്ടുള്ള വിഷമല്ലേ തരുന്നത്. ഓയ് മാഡം, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വിഷമം തോന്നിയത്, എനിക്ക് വിഷമമായിട്ടല്ല, എനിക്ക് തോന്നിയ തമാശ എന്ന് പറഞ്ഞാൽ, എനിക്ക് 10 പ്രാവശ്യം ക്രിട്ടിക്കലായി ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എന്നെ കാണാനായിട്ട് ഒരേ ഒരു MP മാത്രമാണ് വന്നത്. അതേ തൊട്ട് ഞാൻ ഒരു ബന്ധമില്ല. അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിൻ്റെ MP ആയിരുന്നു, ഇപ്പോഴാണ്. പക്ഷേ അദ്ദേഹം 2 പ്രാവശ്യം എന്നെ കാണും, വേറെ ഒരൊറ്റ കുഞ്ഞിൽ വന്നിട്ടില്ല. പിന്നെ മുതലെടുപ്പിന് വേണ്ടി ഒരാൾ വന്നു, ആളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ നോക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ക്യാമറയായിട്ട് ICU-നകത്ത് കയറുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഒരു പേവാർഡ് എനിക്ക് ഇന്നുവരെ ഫ്രീ ആയിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ തന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് 10 പ്രാവശ്യം ഞാൻ ക്രിട്ടിക്കലായിട്ട് കിടന്നിട്ട് ഒരു പേവാർഡ്, ചെറിയ മെഡിസിൻ്റെ വില അറിയാമല്ലോ, ചില മെഡിസിൻ തന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു പേവാർഡ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 220 പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഏറ്റവും അനിവാര്യം ഗൾഫ് മലയാളികളാണ്.
ഞാൻ ക്രിട്ടിക്കൽ എനിക്ക് കടിയേറ്റുന്നതിന് പെട്ടെന്ന് അവരെ കൊണ്ട് കഴിയുന്നു 500 500 1000 1000 അവർക്കറിയാം എൻ്റെ ഒന്നുമില്ല, ഞാൻ ബ്ലാങ്കാണ്, വെറും വട്ടപ്പൂജയാണെന്ന് പറയും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറയാം, അവർ പെട്ടെന്ന് അയക്കും എൻ്റെ അക്കൗണ്ടിലേക്ക്, ചിലപ്പോൾ 500 ഇടും 100 ഇടും ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരുന്നത്. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, സുരേഷിന് ഞാനിപ്പോൾ എൻ്റെ ഭക്ഷണം തരാം, കഴിച്ചിട്ട് ഇനി സുരേഷ് എന്താ പറയുന്നത് നോക്കട്ടെ. ദൈവത്തിന് വിളിക്കണം വേണ്ടല്ലോ. അയ്യോ അത് എന്തായാലും വേണ്ട, ദൈവാനുഗ്രഹിച്ച് വേണ്ട. ഇതിനിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, 2-3 പ്രാവശ്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ ഒരു സാമ്പാർ എന്നും ചെയ്യുന്നത് ഒരുപോലെ ആവണം എന്നില്ല. ഞാൻ സാറിന് ബ്രെഡ് കഴിച്ചിട്ടുള്ളൂ, പക്ഷെ ഇത് ഫ്ലേവർ കൊള്ളാം, നന്നായിരിക്കണം. കാരണം കഴിക്കാത്തതുകൊണ്ട്, കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കണോണ്ടല്ല, പക്ഷെ എന്നാലും സൂപ്പർ ആയിരിക്കും, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അല്ലേ. അതെ, വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഹെവി ആയിട്ട് കൊടുക്കാതെ മൈൽഡായിട്ട് കൊടുക്കുമ്പോൾ അവർക്കും വയറിനൊരു സന്തോഷം, ഒരു വ്യത്യാസമായിട്ട്. ബ്രെഡായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും രുചി മാറുമ്പോൾ പിള്ളേർ ബ്രെഡൊന്നും ചിന്തിക്കില്ല. എന്നും ബ്രെഡ് കൊടുക്കുമ്പോൾ ഇതാകുമ്പോൾ ഒരു വെറൈറ്റി. അതെ, ഇതിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ തയ്യാറാക്കുന്ന വിഭവങ്ങൾ, അത്രേ ഉള്ളൂ. സുരേഷ് ഇപ്പോൾ ഒരുപാട് നല്ല കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നെഗറ്റീവ് പവേഴ്സ് ഒരുപാടുണ്ട്, പോസിറ്റീവ് ഒത്തിരി കുറവാണ്. എന്ത് ചെയ്യാൻ സാധിക്കണം, എന്ത് മാറണം? ഞാൻ ഒരു പാമ്പിനെ പിടിക്കാൻ മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്ലാസ്റ്റിക്കേ വാങ്ങും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണം കുറയ്ക്കാം, എനിക്കത് കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ അതിലെല്ലാം ഓട്ട ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ ശേഖരിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ 1 കിലോ പ്ലാസ്റ്റിക്കിന് 15 രൂപ. അപ്പോൾ അവരത് 10-50 കിലോ ആകുമ്പോൾ അവർക്കൊരു ഉപകാരപ്പെടും. അപ്പോൾ ഞാനിതിലെല്ലാം ഓട്ട ഇട്ട് കൊടുക്കും. ഓട്ട ഇടുമ്പോൾ റീസൈക്ലിങ് ചെയ്ത് വരില്ല, ഇത് വേസ്റ്റായിട്ട് പോയി ടാറിലേക്ക് പോകും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കിട്ടുന്ന സമയം ഞാൻ ചിന്തിക്കുന്നത്, കുറച്ച് സമയമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ ആരോ ഒരാൾ. ആ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ എത്ര അളവിൽ ആൻറ്റിബയോട്ടിക്കിൽ നിന്ന് പഠിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൽ ഇപ്പോൾ പേ പിടിച്ച നായി കടിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഡെത്ത് സംഭവിക്കില്ല, എനിക്ക് മെഡിസിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ആ ഒരു അന്വേഷണത്തിലേക്ക് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരായ ഡോക്ടർമാർ, അവരിപ്പോൾ എൻ്റെ ശരീരത്തിൽ എത്ര ആൻറ്റിബോഡി ഉണ്ടാകുന്നൊന്നും, ഞാൻ മരണപ്പെട്ടാൽ അത് പഠിക്കാൻ കഴിയില്ല, ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കണം. അങ്ങനെ കുറച്ച് ആൾക്കാർ അതിൻ്റെ റിസർച്ച് നടക്കുന്നു, ബ്ലഡ് ശേഖരിച്ച് സാമ്പിൾ ശേഖരിച്ച് അത് പഠിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പഠനങ്ങളൊന്നും ആവാതെ എനിക്ക് ഒരിക്കലും പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ അടുത്ത തലമുറ, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ശരീരത്തിൽ ഇത്ര ആൻറ്റിബോഡി ഒന്നും ആർക്കും പഠിക്കാൻ കഴിയില്ല, ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കാൻ സമർപ്പിക്കുക. അപ്പോൾ അവർ പഠിച്ചതിന് ശേഷം അടുത്ത തലമുറയ്ക്ക് അത് ഉപകാരമായി മാറും. ഇപ്പോൾ ഉപകാരപ്പെട്ടില്ലെങ്കിലും അടുത്ത തലമുറയ്ക്ക് അത് ഉപകാരമായി മാറും. ശരിക്കും സുരേഷിന്റെ ലൈഫ് കൊണ്ട് എത്ര നല്ല മെസ്സേജസ് ഇനി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സഞ്ചരിക്കുക, ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മളിപ്പം ഒരു അക്കാഡമിക് വയസ്സ്, നമുക്ക് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തി വന്ന് 10 ആളുടെ മുമ്പിൽ പറയുമ്പോൾ ആ 10 പേര് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസം ബുദ്ധിമുട്ടായി. അതാണ്. പക്ഷെ ഞാൻ ഖണ്ഡിച്ച് പറയാൻ കഴിയും, എനിക്ക് ഖണ്ഡിച്ച് പറയാം, അത് ഇന്നതുപോലെയാണ്, ഇന്ന രീതിയാണെന്ന് ഞാൻ പറയാം. വേറൊന്നും വേണ്ട. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പാമ്പുകൾക്ക് വിഷമില്ലെന്ന് ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തിവെച്ചാൽ മരണപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളിനെ പറയൂ, ഒരു സയൻറ്റിസ്റ്റിനെ പറയൂ, ഒരു ഡോക്ടറെ പറയൂ. ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനല്ലല്ലോ ഇത് ലോകത്തിനോട് പറഞ്ഞത്, വേറെ ആരാ പറഞ്ഞിട്ടുള്ളത്? എന്തിനു പറഞ്ഞു? ചെന്നൈ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്തില്ലേ ഇത്? എനിക്ക് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചില്ലേ? ഞാൻ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് അപ്പോഴേ പറഞ്ഞില്ല, വേണ്ടെന്ന്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാനൊരു എന്താ പറയുക, സയൻറ്റിസ്റ്റ് അല്ല, ഞാനൊരു റിസർച്ച് ചെയ്യുന്ന ഒരാളല്ല. എനിക്കെന്തിനാണ് ഡോക്ടറേറ്റ്? അതുകൊണ്ട് എനിക്കെന്ത് നേടാനാണ്? എനിക്കതുകൊണ്ടൊന്നും നേടാനില്ല. എനിക്ക് കിട്ടാനുള്ളത് അംഗീകാരം എൻ്റെ ജനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. സ്പാനിഷ് കിച്ചൺ കാണുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്ക് ശരിക്കും നമ്മൾ വീട്ടിലൊരു പാമ്പിനെ കാണും, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ പറമ്പിലോ ഒക്കെ കാണുവാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ സൈക്കോളജി വരുന്ന അതിനെ തല്ലാനായിരിക്കും. അതിനെ തല്ലി കൊല്ലുക, നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും. പക്ഷെ ഇപ്പം സുരേഷ് പറഞ്ഞിടത്തോളം അത് നമ്മളെ ഉപദ്രവിക്കില്ല, നമ്മൾ ചെരുപ്പടിയുടെ ഒച്ച കേൾക്കുമ്പോൾ അത് മാറിപ്പോവും എന്നൊക്കെയാണ് സുരേഷ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ എൻവയോൺമെന്റിൽ മനുഷ്യനെ പോലെ മൃഗങ്ങൾക്കും വാല്യൂ ഉണ്ട്, അത് ഈക്വൽ ബാലൻസ് ആണ്, ഇല്ല ഈക്വൽ ബാലൻസ് ആണ്. ഇതുണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾ ഒന്നിനെ ഇരയാവുക എന്ന് പറയുന്നത് പോലെ, അതെ എന്ന് പറഞ്ഞ പോലെ ഇതിനെ ഉപദ്രവിക്കാതെ അതിനെ സേഫ് ആക്കി വിടാൻ വേണ്ടിയിട്ട് ഒരു കാണുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? പാമ്പുകളെ വീട്ടിലേക്ക് ആകർഷിക്കുന്നത് ആരാണ്? നമ്മുടെ വീട്ടമ്മമാർ എന്തിന് വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വാരി വീടിൻ്റെ പറമ്പിൻ്റെ ഒരു മൂലയിൽ കൂട്ടിയിടുന്നു, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിന് തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കഴിക്കാൻ എലി വരുന്നു, എലിയെ പിടിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പം നമ്മൾ പരിസരം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പാമ്പ് വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. അത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വലിച്ചെറിയുക. അത് മാത്രമല്ല എലിയുടെ മാളങ്ങൾ അന്നന്ന് കാണുന്നു, അന്നന്ന് അടയ്ക്കുക. ഇത് അടയ്ക്കത്തില്ല, 6 മാസം കഴിഞ്ഞ് അടയ്ക്കുള്ളൂ. അപ്പോൾ എലി അവിടെ കുഞ്ഞിട്ട് വീണ്ടും വരുന്നു. അപ്പം അടുത്ത പറമ്പിലെ ആ പഞ്ചായത്തിലെ പാമ്പ് മൊത്തം ഇവിടെ വരുന്നു.
ആ പഞ്ചായത്തിലെ ചേര മൊത്തം ഇവിടെ വരുന്നു. അപ്പം നമ്മൾ തന്നെ അത് ഒറ്റ കാര്യമേ ഉള്ളൂ, പാമ്പിനെ കാണുമ്പോൾ നമ്മൾ മാറി നിന്ന് കൊടുക്കും, അത് താനേ അങ്ങ് പോകും. നമ്മളെന്തിനാണ് തട്ടയും മുട്ടനും വരട്ടാനും പോകുമ്പോൾ അത് വീടിൻ്റെ പരത്തിൽ എവിടെയെങ്കിലും പതുങ്ങുന്നത്, ദൂരെ പറമ്പിൽ കൂടെ ഒരു പാമ്പ് പോകും, നിങ്ങൾ കുറച്ച് മാറി നിന്ന് കൊടുക്കുക അനങ്ങാതെ, അതിറങ്ങി അങ്ങ് പോകും. നമ്മൾ പേടിപ്പിക്കുമ്പോഴാണ് ഇവ ഏതെങ്കിലും മാളത്തിലോ ഏതെങ്കിലും സാധനങ്ങളിടയിലോ വന്ന് പതുങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മളെ കാണുന്നില്ല, നമ്മളെ അവ കാണുന്നത്. അവ ഭക്ഷണം തേടിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോഴവരുടെ ചിന്തയിൽ അതേ ഉള്ളൂ, ഭക്ഷണം എവിടെയുണ്ട്, മാളത്തിൽ പോയി തലയിടുന്ന എലിയുണ്ടോ, ഇല്ല, അപ്പോൾ അടുത്ത മാളത്തിൽ പോയി തലയുണ്ട്, അവിടെ എലിയുണ്ടോ, നാക്കുകൊണ്ടല്ലേ തിരിച്ചറിയുന്നത്. അപ്പോൾ അതങ്ങ് പോകുന്നു. അപ്പോൾ നമ്മൾ കാരണം പരമാവധി വീട്ടമ്മയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, വീടും പരിസരം വൃത്തിയാക്കിയിടുക. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞിനതി, അതായത് നമ്മളെന്തെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും, ഇപ്പോൾ വണ്ടിയിലാണെങ്കിൽ എനിക്ക് ഇന്ന് രാവിലെ അടുത്ത് അണലിയുണ്ട്, കാട്ടുപാമ്പുണ്ട്, മൂർക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയാം ഒരു കുഞ്ഞു പാമ്പ് നമ്മൾ അല്ല. ഞാൻ ഒരു കാര്യം പറയാം, സുരേഷ് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്റെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്, ഇനി ഇതിന്റെ പ്രോട്ടീൻ കൂടെ വേണ്ട. അല്ല എന്തായാലും ഇത്ര അകത്ത് അങ്ങോട്ട് വരത്തില്ലേ, നമുക്കൊന്ന് കാണാം. ഉറപ്പായിട്ട് വരത്തില്ല. കാരണം എന്താ പറയാ, ഇത് അത്ര വലുതല്ല. കുപ്പിയിൽ കാണിച്ചാൽ കയ്യിലെടുക്കാം. തന്നെ കുപ്പിയിൽ തന്നെയാണ്. ഇതാണ് എന്റെ ഈശോയെ, ഇത് വേണ്ട. അല്ലല്ല തുറക്കരുത് പ്ലീസ്. അല്ലല്ല ഞാൻ പറയട്ടെ മാഡം, ഞാൻ ഇല്ലേ മാഡം ധൈര്യമായിട്ട് സംഭവം ഇല്ല, ഞാൻ ഇല്ല. സുരേഷ് എന്ത് കളി കളിക്കുന്നത്? വേണ്ട, അതിന്റെ ഒച്ച എന്താ? ഇല്ല, ഇരുന്നോളൂ. ഒരു ടെൻഷൻ ഇതാ നോക്കി, എൻ്റെ മുഖത്തിന് നേരെ ഇരിക്കുന്നത്. മാഡം 5 അടി അകലത്തിലാണ് ഇരുമാടം ഇരിക്കുന്നത്. ഒരിക്കലും അത്ര ദൂരത്തിലേക്ക് വരാൻ സാധ്യതയില്ല. ഇത് നോക്കി, എൻ്റെ മുഖവും ഇതെങ്ങനെ എത്ര അകലമുണ്ട്. സൗണ്ട് അത് ബ്രീത്ത് ചെയ്യുന്നതാണ്, എയർ ബ്രീത്ത്, ശ്വാസം എടുക്കുന്നതാണ്. വായിൽ കൂടി, മൂക്കിൽ കൂടി അല്ലല്ലോ, വായിൽ കൂടിയല്ലേ ശ്വാസം എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ മാഡം. ഇത് ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒരു 10-11 മണിയൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോട് നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ കിളിമാനിലേക്ക് പോകുന്ന വഴിയിൽ പള്ളി നടന്നൊരു സ്ഥലമുണ്ട്. ഒരു വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് അത് പുള്ളിക്കാരൻ ചവിട്ടാനുള്ളതാണ്. പുള്ളി പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് മറ്റേ പള്ളിയിൽ പോട്ട് പറഞ്ഞ വഴിക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് പോട്ട് പറഞ്ഞ വഴിക്ക് അദ്ദേഹത്തിനെ കാണുന്നത്. അദ്ദേഹം നേരെ പോയി വീടിൻ്റെ പിന്നിൽ പോയി ഒരു പാറ കൂട്ടിയിട്ട സ്ഥലത്തും കയറി ടാർപ്പാളത്തിൻ്റെ പുറകിലെങ്കിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ വീട്ടിലുണ്ടായിരുന്നു, ചെന്നു, പെട്ടെന്ന് എടുത്തു. അപ്പോൾ ഇതിന് ആക്ച്വലി വേനമുണ്ട്. നല്ല കവള് നോക്കൂ, കണ്ണിൻ്റെ പുറകിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നിങ്ങൾ യൂട്യൂബ് കാണുമ്പോൾ പാമ്പിനെ കിസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ ആ ഗ്ലാൻഡ് ഉണ്ടല്ലോ, കണ്ണിൻ്റെ പുറകിൽ ആ ഗ്ലാൻഡ്, ആ കവിള് വീർത്തിരിക്കുന്നതാണ് അതിൻ്റെ ഗ്ലാൻഡ്. അത് റിമൂവ് ചെയ്തതിന്, അത് തല ഒട്ടിയിരിക്കുന്ന പാമ്പിനെ കാണുമ്പോൾ പറയാം റിമൂവ് ചെയ്തിരിക്കുന്നു, ഫാങ്സ് എടുത്തിരിക്കുന്നു, വായി സ്റ്റിച്ചിട്ടിട്ടാണ് പാമ്പിനെ കൊണ്ട് കിടക്കുന്നത്. പാമ്പിനെ പാമ്പാട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ യൂട്യൂബിൽ കാണുമ്പോൾ കൊച്ചുകുട്ടികളുടെയൊക്കെ പാമ്പ് കളിക്കുന്നു. ആ പാമ്പൊന്നും വാ തുറക്കത്തില്ല. വാ തുറന്നാൽ തന്നെ ഗ്ലാൻഡ് ഉണ്ടാവുകയില്ല, ഫാങ്സ് ഉണ്ടാവുകയില്ല. പിന്നെ ഏതെങ്കിലും ഒരു അമ്മ കൊച്ചു കുട്ടികളെ പാമ്പിൻ്റെ അടുത്ത് കളിക്കായിട്ട് കൊടുക്കുമോ? ഒരിക്കലും ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ അത് അവർക്ക് ഉറപ്പുണ്ട്, കടിച്ചാൽ കുഴപ്പമില്ലെന്നും കടിച്ചാൽ വെനമില്ലെന്നും ഗ്ലാൻഡ് റിമൂവ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ കളിക്കായിട്ട് കൊടുക്കും. ഇത് നോക്കൂ, ഗ്ലാൻഡാണ് കണ്ണിൻ്റെ പുറകിലിരിക്കുന്നത്, അല്ല കഴുത്തിൻ്റെ താഴെ കാണുന്ന കറുത്ത പാടൊന്നുമല്ല വെനം. ഇപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ, സുരേഷ് ഇങ്ങനെ പിടിച്ചിരിക്കും. അതെ, അപ്പോൾ എനിക്കറിയാം അദ്ദേഹം അനങ്ങുമ്പോൾ എൻ്റെ നേരെ വരുമ്പോൾ എനിക്കറിയാം കയ്യിൽ അനക്കം ഉണ്ടാകും. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കും. ഇപ്പം അത് അനങ്ങാതിരിക്കുന്നു. ഞാൻ നോക്കൂ, ഇതാണ് അനങ്ങുന്നത്, എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം നോക്കൂ, എന്നെയാണല്ലേ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സുരേഷിന്റെ തല അനങ്ങി അതിനറിയാം. അതെ, നോക്കൂ, അതല്ലേ പാമ്പാട്ടി മകുടി ചലിപ്പിക്കുന്നത്. മകുടി ചലിപ്പിക്കുന്നത് മകുടി ചലിക്കുന്നുണ്ടല്ലേ പാമ്പിൾ ഇങ്ങനെ അനങ്ങാതെ അനങ്ങി നിൽക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മൾ ഒരു മനുഷ്യൻ ദീർഘശ്വാസം വലിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ പാമ്പ് ശ്വാസം വലിക്കുന്നത്. പേടിച്ചിട്ടാണ്. അപ്പൊ എന്നെക്കാട്ടിലും പേടിയുണ്ട് പാമ്പിന്. നമ്മൾ അതിനെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമാണിത്. നമ്മളതിനെ ഉപദ്രവിക്കുന്നുള്ള ഭയമാണിത്. അത് മാത്രമല്ല വേറൊരു പ്രത്യേകത ഉള്ളത്, ഇവയൊന്നും വന്ന് ഇങ്ങോട്ട് കടിക്കത്തില്ല. ഇങ്ങനെ ഇവിടെ നിന്ന് അവിടെ നിൽക്കുന്നു, അവിടെ തന്നെ നിൽക്കും. പ്രളയ സമയത്ത് ഫാനിൻ്റെ മണ്ടയിലൊക്കെ പാമ്പിരിക്കുന്നതായിട്ട് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശുദ്ധ മണ്ടത്തിലാണത്. അതൊക്കെ ആരോ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരിക്കലും ഇരിക്കത്തില്ല. ഞാൻ ഇതിൻ്റെ എത്രയോ സഞ്ചരിച്ചു. നമുക്ക് 5 വയസ്സോളം പ്രായമുണ്ട്, ഫീമെയിലാണ്. അതെ, തലയുടെ മേലുള്ള മാർക്കുകൾ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പ്രായം പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ പാമ്പ് പിടിക്കുന്നവരെല്ലാം പറഞ്ഞാൽ 5 വയസ്സുണ്ട് 6 വയസ്സുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ തലയുടെ ഭാഗത്ത് ഇവിടെയുള്ള പാടുകൾ അതിൻ്റെ അകലവും എണ്ണവും നോക്കി അറിയാൻ പറ്റും. വാലിൻ്റെ അഗ്രം നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ ഞാൻ മുട്ട വിരിയിക്കുന്നു. മുട്ട വിരിയിക്കുമ്പോൾ ഞാൻ മുട്ട ഇടുമ്പോൾ തന്നെ ഡേറ്റ് എഴുതി വെക്കും. ഇന്ന ദിവസം മുട്ട ഇടുന്ന പാമ്പ് ഇന്ന ദിവസം മുട്ട ഇത്ര മുട്ട ഇട്ടു.
മുട്ട വിരിയുമ്പോൾ ആ പാമ്പിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും. എന്നിട്ട് അത് ഒരു ദിവസം ഒരു തള്ള 30 മുട്ടയിട്ട 30 വിരിയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് 1 2 സെലക്ട് ചെയ്യും, ബാക്കിയുള്ളവർ റിലീസ് ചെയ്യും. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി ഒരു മാസം കഴിയുമ്പോൾ എത്ര അകലം വെക്കുന്നു, എത്ര നീളം വെക്കുന്നുവെന്നും എത്ര വളരുന്നുണ്ടെന്ന് എഴുതി അത് കഴിഞ്ഞ് 3 വയസ്സിൽ വളർത്തിയിട്ടാണ് ഞാൻ മുൻകാലങ്ങളിൽ കാട്ടിലേക്ക് വിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രായം മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും, ആണും പെണ്ണും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള യാത്രയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള യാത്രയിൽ കൂടിയാണ് ഇവരെ കൂടുതൽ അടുത്തത്. ഇല്ല മേഡം, ഇത്രയേ ഉള്ളൂ. നമ്മൾ അതാണ് മേഡം ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മാരകമായി, ഞാൻ സ്കൂളിൽ പോയി കുട്ടികൾ തമാശ ചോദിക്കും ലോകത്തിലെ ഏറ്റവും മാരകമായ അസുഖം ഏതാണ്, അപ്പോൾ കുട്ടികൾ എയ്ഡ്സ് ആണ്, പ്ലാഗ് ആണെന്ന്. ഒരിക്കലല്ല, ടെൻഷൻ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉള്ള അസുഖം. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയും പേടിക്കാതെ, എത്രയോ കുട്ടികളെ പാമ്പിനെ തൊട്ട് നോക്കുന്നത് എനിക്ക് തൊടണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് നമ്മുടെ ഇല്ലല്ല ഞാൻ കുപ്പിയിലാക്കാൻ ശ്രമിക്കാം, കുപ്പിയിലാക്കിയിരുന്നോളൂ, കുപ്പിയിലാക്കാൻ ഇനി കസാര നീക്കിയിട്ട് ഞാൻ ഇരുന്നോളാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങത്തില്ല. അങ്ങനെയൊക്കെ ഇറങ്ങണമെങ്കിൽ ഞാൻ സഞ്ചരിക്കുന്ന കാറുകൾ എത്രയോ പ്രാവശ്യം മോർക്കിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവസാനം രാത്രിയിൽ ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് അമ്പിച്ചേട്ടൻ പുള്ളിയായിട്ട് ഞങ്ങൾ തിരുവല്ലയിൽ ഒരു പാമ്പിനെ പിടിച്ചിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ കൊട്ടാരക്കര വായപ്പോൾ പുള്ളിക്കൊന്ന് ഉറങ്ങണമെന്ന്. അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങി ഞാനും കിടക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ ഷോൾഡറിൽ കൂടെ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു മോർക്കൻ. അപ്പോൾ ഞാൻ മിണ്ടാതെ കിടന്നിട്ട് പുള്ളിയെ വിളിച്ചു. പുള്ളി പെട്ടെന്ന് ഡോർ ഞാൻ പെട്ടെന്ന് വിളിച്ചാടി ചേട്ടൻ ചാടി. ഞാൻ അനങ്ങിയില്ല, പുള്ളി ചാടി അപ്പുറത്തോട്ട് ഡോർ തുറന്നു. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ഇതിനെ പെട്ടെന്ന് എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയി. അല്ലെങ്കിൽ വേണേൽ കടിക്കാം. അതുപോലെ നമ്മൾ കാട്ടിലേക്ക് പോകുന്ന ഗവിയിലേക്ക് പാമ്പിനെ തുറന്നിടാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ജീപ്പിൽ ഫോറസ്റ്റിൻ്റെ ജീപ്പിൽ ഇറങ്ങിപ്പോയി. എല്ലാവരും ഉറങ്ങായിരുന്നു. പെട്ടെന്ന് ഒരാളുടെ വിളിയായിട്ട് നോക്കിയപ്പോൾ പുള്ളി കാലുകൊണ്ട് കിണ്ടി മറ്റേ ഫോറസ്റ്റിൻ്റെ നെഞ്ചിലിട്ട് കൊടുത്തു. അതേ ഇങ്ങനെ ഡ്രൈവറിൻ്റെ അടുത്തിട്ടു. പക്ഷേ അഗാധമായി കൊക്കയാണ്, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് എനിക്ക് തോന്നി, പെട്ടെന്ന് ഞാൻ കയറി പിടിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുവരെ ഒരു അപകടം എൻ്റെ കൂടെ സഞ്ചരിച്ച ആർക്കും ഇതൊരു അപകടം ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ സുഹൃത്ത് കിങ് കോബ്ര റിലീസ് ചെയ്യാൻ പോയ കണക്ക് പഞ്ചായത്ത് ഞാനീ പിടിക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ കൂടെ നമ്മുടെ അമ്മമാർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്ന് പറഞ്ഞാൽ പലർക്കും പോകുമ്പോൾ പാമ്പിനെ എവിടെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. പാമ്പിനെ റിലീസ് ചെയ്യുന്നത് 10 വർഷം ഗവിയിൽ പോകുന്ന റൂട്ടിലാണ്. ഇവിടുന്ന് പിടിക്കുന്ന പാമ്പുകളെ എൻ്റെ സ്വന്തം ചിലവിൽ ഇവിടുന്ന് ടാക്സി എടുത്ത് പത്തനംതിട്ടയിൽ അവിടുത്തെ റാന്നിയിൽ ഫോറസ്റ്റ് ഓഫീസർമാരെ കൂട്ടി കാട്ടിലേക്ക് വേണം റിലീസ് ചെയ്യുന്നത്. ആൾക്കാർ പാമ്പിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് ഇത് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇതെന്താ ചെയ്യാൻ പറ്റുക? എവിടെയും നമുക്ക് നാട്ടിൽ വിടാൻ കാട്ടിലേക്ക് ഉപദ്രവിക്കണ്ട. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു അത്യാവശ്യം ഒരു പാമ്പ് വീട്ടിൽ കയറി നമ്മൾ പിടിച്ച് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നു, അഡ്രസ്സ് എഴുതി തന്നുമ്പോൾ ഇതെന്തിനാ അഡ്രസ്സ്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെക്ക് വരും ഫോറസ്റ്റ് ചെയ്യുന്നു. ഞാനിതാ പറയുന്നത് വേണം എന്ന് വെച്ചാൽ ഇത് അതുപോലും എന്തിനാണെന്ന് ചോദിക്കുന്നത്. നമ്മളത് ഇത് പിടിച്ചു എന്നുള്ള ഒരു കളക്ഷൻ. ഇപ്പോൾ ഫോറസ്റ്റിന് എൻ്റെ കൂടെയുള്ള പിന്നെ ഇത്ര പാമ്പുകളെ പിടികൂടി അവിടെ എന്തിനെന്ന് പറയും? അതിന് എഴുതി വാങ്ങി കറക്റ്റ് കാണിക്കാൻ പറ്റും. അതെ. അപ്പോൾ ഇത് പിടിച്ച പാമ്പിന് എന്ത് ചെയ്യുന്നു? കൊണ്ടുപോയി ചോദിക്കുന്നത് വിഷം എന്നാൽ അവർ പറഞ്ഞു വിഷം എടുക്കുമോ, എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ഒരു ദിവസം ഞാൻ ഞെട്ടിപ്പോയത്, ഞാനൊരു ദിവസം എവിടെ നിൽക്കുന്ന സമയത്ത് ആരും എന്നെ വിളിച്ച് സുരേഷ് ഇന്ന സ്ഥലത്ത് നിൽക്കുകയല്ലേ എന്നോട് ചോദിക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്നും എന്തിനു പോകുന്നു എന്നുള്ളത് എൻ്റെ മൊബൈലിൽ വരെ റെക്കോർഡിംഗ് ആയിരിക്കും. എന്നാൽ അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ ആൾക്കാർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അത് കുറേ കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നത്. നമ്മൾ അനീസ് കിച്ചണിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ വരേണ്ടി വരും. 10 അല്ല ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ വരേണ്ടി വരും. പക്ഷെ വന്നിട്ട് കാര്യമില്ല. കാരണം വരുമ്പോൾ തന്നെ മാഡം അഴിച്ചോടുന്നു, പാമ്പിനെ കാണുമ്പോൾ എണീറ്റ് ഓടുന്നു. അതുപോലെ രണ്ടാമത്തെ കാര്യം അത് എന്തായാലും വളരെ നല്ല സംഭവം. ഒരു പേടി മാഡത്തിന് പേടിയും കുറച്ച് മാറിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇല്ലെങ്കിൽ സാറിന് പണിയാവും. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി അയ്യോ അങ്ങനെയോ. എന്തായാലും വളരെ സന്തോഷം. കാരണം മാഡം എനിക്കൊരു അപേക്ഷയുള്ളത്, മാഡത്തിന് അവിടെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനിയത്തി രാമയുടെ മോളെ അനിയത്തി ലാലി പറഞ്ഞു, പ്രത്യേകിച്ച് പരിപാടി കാണാറുണ്ട്. നമസ്തേ മോളെ. നമസ്തേ. ഇച്ചിരി ഒന്ന് ചേട്ടൻ പേടിപ്പിച്ചു. എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചേച്ചിക്ക് പേടിയുള്ളതുകൊണ്ടാ. ഇത് കുഞ്ഞുനാൾ പോലെ ഈ പറഞ്ഞ പോലെ ഒരു സൈക്കിക് അപ്പനും അമ്മയും അമ്മച്ചിമാരും ഒക്കെ പറയുന്ന പാമ്പിൻ്റെ അടുക്ക പോലെ വേണ്ട അത് കടിക്കും എന്നൊക്കെ പറഞ്ഞൊരു നമ്മളൊക്കെ ഒരു ഭയം ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിനി ഈ ജന്മം പോവുമെന്ന് എനിക്കറിയില്ല.
അതെൻ്റെ ഉള്ളിൽ തന്നെ കാണും. അതുകൊണ്ടാണ് ചേട്ടൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ പേടി വന്നത്. എന്തായാലും സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ ഇവിടെ വന്ന് സുരേഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പോലെ അതുങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, അതുങ്ങളെ എന്താ പറയുക, കാട്ടിലേക്കെങ്കിൽ കാട്ടിലേക്ക്, പിന്നെ അതിനെ ഉപദ്രവിക്കാതെ. ഒരു റിക്വസ്റ്റ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ, സുരേഷിനെ ഒരുപാട് കളിയാക്കുന്നതായിട്ട് അറിവുണ്ട്. അതായത് പത്രങ്ങൾ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒക്കെ നമ്മൾ ഒരുപാട് അറിയുന്നുണ്ട്. അതായത് ഒരാൾ കള്ളു കുടിച്ച് വഴി കടന്നാൽ പോലും സുരേഷിനെ വിളിച്ച് പാമ്പ് വന്നെടുത്തിട്ട് എന്ന് പറയുന്നത്, അത് അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിയെ പോലും നമ്മൾ അങ്ങനെ താന്ന് കാണരുത്. അദ്ദേഹം ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ പഠിപ്പില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു. അത് നമ്മൾ അക്കാഡമിക്ക് പോലും നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതെല്ലാം കേട്ടത്. അത് ഞാൻ ഏറ്റവും നല്ല രീതിയിലും നല്ല സെൻസിലും എനിക്കൊരു അറിവ് നേടാൻ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അത് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ എല്ലാവരും ഇതേ രീതിയിൽ ആ പോസിറ്റീവ് രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണം. എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അവരുടേതായ വാല്യൂ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. ഈ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, എന്നെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഇനി സുരേഷിൻ്റെ വായിൽ നിന്നും വരാൻ നമ്മൾ മലയാളികൾ ശ്രമിക്കരുത്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ മലയാളികൾ എപ്പോഴും നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ ഞാൻ എപ്പിസോഡ് ചെയ്തതിൽ ഇത്രയും ടെൻഷൻ പിടിച്ച് പാൽപിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. എത്ര പാൽപിറ്റേഷൻ വന്നു. സുരേഷ് പറയുകയും ചെയ്തു, സ്ട്രെസ്സ് കൂടുമ്പോഴാണ് ആവശ്യമില്ലാത്ത അസുഖങ്ങളും കൂടെ വരുന്നതെന്ന്. ഇപ്പം BP നോക്കിയാൽ എനിക്ക് ഉറപ്പാണ് BP. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സൊക്കെ മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.